ഡിയർ ടീച്ചേഴ്സ്, എക്സ് റെക്കോർഡർ ഉപയോഗിച്ച് മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന രീതി. ഈ എക്സ് റെക്കോർഡർ നമുക്ക് ടെസ്റ്റ് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഉപകാരപ്രദമാണ്. എക്സ് റെക്കോർഡർ എന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ഫോണിലിടുക. ഇത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫ്രെയിം നമുക്ക് കിട്ടും. ഇനി നമുക്ക് അതൊന്ന് പ്രസ് ചെയ്ത് നോക്കാമെങ്കിൽ ഇങ്ങനെ 4 ബട്ടൺ കാണും. ഇത് ഒന്ന് റെക്കോർഡ്, ഒന്ന് ഹോം പേജ്. ഇതാണ് അതിൻ്റെ ഹോം പേജ്. ഇനി ഇവിടെ ആണെങ്കിൽ ഇത് ടൂൾ കിറ്റ്സ് ആണ്. ഇതിൽ ബ്രഷ് ഉണ്ട്, ക്യാമറ ഉണ്ട്, സ്ക്രീൻഷോട്ട് ഉണ്ട്. നമുക്ക് ഓഡിയോ സോഴ്സ് മൈക്രോഫോൺ ഓണാക്കി വയ്ക്കണം. എന്നിട്ട് ബ്രഷ് ആവശ്യമെങ്കിൽ ബ്രഷ് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഈ ബ്രഷ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഇതിനകത്ത് ഇതാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇത് വരയ്ക്കാൻ കഴിയും. ഇതാണെങ്കിൽ ഇവിടെ. ഇനി ബ്രഷ് എടുക്കുകയാണെങ്കിൽ നമ്മളിലാണെങ്കിൽ ഇതെടുക്കുക, തിക്നെസ് കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ബ്രഷിനകത്ത്, ഈ ടൂൾ കിറ്റിനകത്തുള്ളത്. ഓഫാക്കിയിട്ട് ഇനി ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എക്സ് റെക്കോർഡറാണ് ഓണാക്കിയിരിക്കുന്നത്. ടെക്സ്റ്റ് എടുക്കുകയാണ്. നമ്മുടെ ഫയലിൽ നിന്നും ടെക്സ്റ്റ് എടുക്കുന്നു. അപ്പോൾ ടെക്സ്റ്റിൽ നമുക്ക് ആവശ്യമുള്ള ലെസൺസ് എടുക്കുക. ആ ലെസൺസ് എടുത്ത് വയ്ക്കുക, പഠിപ്പിക്കുക. ബ്രഷിന് ആവശ്യം വരണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ബ്രഷ് എടുക്കുക. അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വായിക്കാം. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. തിരിച്ച് അൺഡു ചെയ്ത് മാറ്റാം. ബ്രഷ് ക്ലോസ് ആക്കിയിട്ട് വീണ്ടും പഠിപ്പിക്കാം. പിന്നെ ഇവിടെ നമ്മുടെ ഫേസും കൂടി കണ്ടാണ് പഠിപ്പിക്കേണ്ടതെങ്കിൽ ഇവിടെ എക്സ് റെക്കോർഡറിൻ്റെ ഹോം പേജായ ഈ ഹോം പേജ്, ഇവിടെ ഹോം പേജിൻ്റെ മുകളിൽ ഇടത് സൈഡിലായിട്ട് ഇവിടെ ക്യാമറ എന്നെഴുതിയിട്ടുണ്ട്. ആ ക്യാമറ ഓണാക്കുക. അപ്പോഴാണ് നമ്മുടെ ഫേസ് ഇതിനകത്ത് കിട്ടുന്നത്. അത് എവിടെയാണ് കുറച്ച് മൊബൈൽ ബാക്കിലോട്ട് പിടിക്കാമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ആവശ്യമില്ലാത്ത സമയത്ത് ഈ ക്യാമറ ഇവിടെ മുകളിൽ ഇടത് സൈഡിലെ ക്യാമറയിൽ വന്ന് ഓഫാക്കാവുന്നതാണ്. ഇത് എടുക്കേണ്ടത് ഇവിടെ വരുമ്പോൾ ഉള്ള ഈ ഹോം പേജിൽ നിന്നാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ സെറ്റിങ്സിൽ നിന്നും ക്യാമറ ഓണാക്കി എൻ്റെ ഫേസ് കൂടി ഇവിടെ കൊണ്ടുവന്നു. ഇനി ഈ ഫേസ് ഇവിടെ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ടെക്സ്റ്റ് നമുക്ക് ഇതേപോലെ പഠിപ്പിക്കാവുന്നതാണ്. എന്നിട്ട് ക്യാമറ ആവശ്യമില്ലെങ്കിൽ ഇത് ഓഫാക്കാവുന്നതാണ്. ഇവിടെ ക്യാമറ എന്ന് പറയുന്ന ഇവിടുത്തെ ഈ ക്യാമറ അങ്ങ് ഓഫാക്കിയാൽ മതി. നമ്മുടെ ടെക്സ്റ്റ് തിരിച്ച് കൊണ്ടുവരിക, പഠിപ്പിക്കുക. ഓക്കെ, എക്സ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ പ്ലേ ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാൽ, എക്സ് റെക്കോർഡിനകത്ത് ഹോം പേജിൽ റെക്കോർഡ് ചെയ്ത വീഡിയോസ് എല്ലാം ഇതേപോലെ കിടക്കും. ഇവിടെ ഷെയർ ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ഓപ്ഷൻ. ഈ 3 ബട്ടൺ, 3 സ്പോട്ട് അടയാളം ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ റെക്കോർഡ് റീനെയിം ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും കംപ്രസ് ചെയ്യാനും ഒക്കെ ഓപ്ഷൻ. ഷെയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ ഇതിൻ്റെ ഈ ഒരു ലിങ്ക് കിടക്കും. അത് നമുക്ക് അവിടെ പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ ബാക്ക് സ്പേസ് അടിച്ച് മാറ്റാവുന്നതാണ്. മാറ്റിയതിന് ശേഷം സെൻഡ് കൊടുക്കാം. ഇപ്പോൾ ഈ രീതിയിൽ കുട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ക്ലാസ് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എഡിറ്റ് ചെയ്ത് വേണം സെൻഡ് ചെയ്യാൻ. അതായത് കുട്ടിക്ക് വേണ്ടാത്ത ഭാഗം, നമ്മൾ റെക്കോർഡ് ചെയ്ത കുറച്ച് ഭാഗം കാണും. അങ്ങനെയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സെൻഡ് ചെയ്യും.